ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു robinscinecitta. അപ്പോൾ നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ പ്രോജക്റ്റ് എങ്ങനെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ചെയ്യാം, അതുപോലെ തന്നെ പ്രോജക്റ്റ് എങ്ങനെ റീകോൾ ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്കിന്ന് സെറ്റ് ചെയ്തു കളർ കൊടുത്തു അപ്പോൾ അതിനൊരിത്തിരി സ്മൂത്ത് ചെയ്യണം, അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ഏകദേശം 100-600 ആൾക്കാരൊക്കെ കാണുമ്പോൾ വെറും 10 പേര് 20 പേരൊക്കെയാണ് ലൈക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുക, ഒരു സ്മൈലിയോ എന്തെങ്കിലും. അതൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് റീച്ച് ആവാനും കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനൊക്കെ അതെനിക്ക് ശരിക്കും സഹായകരം. അപ്പോൾ ഹോണസ്റ്റ്ലി നിങ്ങളത് ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഞാൻ ഡാവിഞ്ചി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രോജക്റ്റ് സേവ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, മറ്റേത് സോഫ്റ്റ്വെയറിലൊക്കെ നമുക്ക് പ്രോജക്റ്റ് സേവ് ചെയ്യാം, സേവസ് ചെയ്യാം, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ഇതേ സാധനം ഒന്ന് ഡാവിഞ്ചിയിൽ വന്ന് നോക്കുക. ഫയലിൽ സേവ് പ്രോജക്റ്റ് കൊടുത്തു, എന്ത് സംഭവിച്ചു? പ്രോജക്റ്റ് സേവായി. അതായത് നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത് അത് സേവ് ആവും. ഇനി അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ സേവ് പ്രോജക്റ്റസ് കൊടുത്തു. ഇപ്പോൾ നമുക്ക് കാണാം സേവ് കറൻറ്റ് പ്രോജക്റ്റസ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ക്ലാസ് കോപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് കിട്ടി. പക്ഷേ ഇത് എവിടെയാണ് സേവ് ആവുന്നതെന്നോ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നോ ഡാവിഞ്ചി കാണിക്കുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണല്ലേ. നമ്മൾ ഇതെവിടെയാണ് നമ്മുടെ പ്രോജക്റ്റ് ഇരിക്കുന്നതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന് 01 എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. ഇത് സേവായി. ഇത് സത്യത്തിൽ സേവായിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് എവിടെയാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ് ഇത് പോയി സേവായിരിക്കുന്നത്. അതായത് ആ ഡാറ്റാബേസ് എവിടെയാണോ ഉള്ളത് ആ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഈ ഡാറ്റാബേസ് നമുക്കൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റണമെങ്കിലോ, അപ്പോൾ ഇത് എവിടെയാണ് ഉള്ളതെന്ന് നമ്മൾ അറിയണം. അതുപോലെ തന്നെ നമ്മളൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ച് നമുക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കോർണറിൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഈ പ്രോജക്റ്റ് മാനേജറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഡാവിഞ്ചി ഓപ്പണായി വരുമ്പോൾ നിങ്ങൾ കാണുന്ന വിൻഡോ. അപ്പോൾ ഈ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്രോജക്റ്റുകൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും മുകളിൽ ലെഫ്റ്റിൽ കോർണറിൽ വന്നു കഴിഞ്ഞാൽ ഷോ ഹൈഡ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ആ ക്ലാസ് കാണുന്നവരെങ്കിൽ ഒന്ന് അത് എടുത്ത് കാണണം കേട്ടോ, ആദ്യത്തെ ക്ലാസ്. ഇതിൽ നിങ്ങൾ നോക്കിയിട്ട് കാണാം 3 ഡാറ്റാബേസ് ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ ഡാറ്റാബേസ് ഇതാണ്, രണ്ടാമത്തെ ഇതാണ് ലോക്കൽ ഡാറ്റാബേസ്, മൂന്നാമത്തെ ഇത്. ഓക്കെ, അപ്പോൾ ഈ ലോക്കൽ ഡാറ്റാബേസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ സിസ്റ്റത്തിൽ ഉള്ള ഡാറ്റാബേസ്. മറ്റേത് രണ്ടും ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിരിക്കുന്നതാണ്, വേറെ ഹാർഡ് ഡിസ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസാണ്. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ഡാറ്റാബേസ് കണ്ടോ, ഇതിൻ്റെ വാർണിംഗ് സൈൻ ഉണ്ട്. എൻ്റെ റീസൺ എന്തായിരിക്കും, അതായത് ഈ ഡാറ്റാബേസ് കണക്ട് ചെയ്തിരിക്കുന്ന ഹാർഡ് ഡിസ്ക് എന്ത് ചെയ്തിട്ടില്ല, ഞാനിവിടെ കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന നിലവിലുള്ള ഡാറ്റാബേസ് എവിടെയാണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ലോക്കൽ ഡാറ്റാബേസിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റിവീൽ ഇൻ ഫൈൻഡർ എന്നാണ്, ഇത് മാക്ക് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് വിൻഡോസ് ആണെങ്കിൽ റിവീൽ ഇൻ ഫോൾഡർ എന്നോ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ റിവീൽ ഇൻ ഫൈൻഡർ എടുക്കുകയാണ് ഞാൻ. ഓക്കെ, റിവീൽ ഇൻ ഫൈൻഡർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഓൾറെഡി ഉള്ള യൂസേഴ്സിൽ ലൈബ്രറിയുടെ ഉള്ളിൽ ആപ്ലിക്കേഷൻ സപ്പോർട്ടിൽ ബ്ലാക്ക് മാജിക്കിൽ ഡാവിഞ്ചി റിസോൾവിലാണ് റിസോൾവ് ഡിസ്ക് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലാക്കി അതിനെ നമുക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് റീകോൾ ചെയ്യാം. ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഈ ഡാറ്റാബേസ് ഒന്ന് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ റോബിൻസിനിസിറ്റയിൽ ഞാൻ ഒരു ഫോൾഡറും കൂടെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, DB ടെസ്റ്റ് എന്ന് ഞാൻ കൊടുക്കുകയാണ്, ടെസ്റ്റ് 0. ഇതിനുള്ള പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് റീകോൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. നേരെ തിരിച്ച് ഞാനത് ക്ലോസ് ചെയ്തു, നമ്മുടെ ഡാറ്റാബേസിൽ വന്നു. അതിനുശേഷം ന്യൂ ഡാറ്റാബേസ് എടുത്തു. ഇതിൽ ഞാൻ എന്ത് ചെയ്യണം, കണക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ, ഫസ്റ്റത്തെ ഓപ്ഷൻ നമ്മൾ ഇത്ര നാൾ ക്രിയേറ്റ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ DB ടെസ്റ്റ് എന്ന് തന്നെ കൊടുക്കാം നമുക്ക്, DB ടെസ്റ്റ്. ഓക്കെ,
ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയുണ്ടോ, DB ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡാറ്റാബേസ് നമ്മൾ റീകോൾ ചെയ്തിട്ടുണ്ട് കണ്ടോ, ആ പ്രോജക്റ്റൊക്കെ അതുപോലെ ഇവിടെ എന്തായിട്ടുണ്ട്, വന്നിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഉള്ള ഒരു പ്രോജക്റ്റിന് അല്ലെങ്കിൽ ഡാറ്റാബേസിനെ നമ്മൾ റീകോൾ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലാണ് നമുക്കിത് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, എന്ത് ചെയ്യുക, ഒരു പേര് കൊടുക്കുക. ഞാൻ DB ടെസ്റ്റ് 02 എന്ന് കൊടുക്കാം. ഓക്കെ, അതിന് ഡയറക്ടറി സെറ്റ് ചെയ്ത് കൊടുക്കണം. HDDയിൽ വന്നു, നമ്മുടെ ഫോൾഡറിൽ സെയിം ഫോൾഡറിൽ പോവാം. അതിനുശേഷം ഞാനിവിടെ ഒരു ഫോൾഡറും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്, DB ടെസ്റ്റ് 02. ഓക്കെ, ക്രിയേറ്റ് ചെയ്തു. ഇനി ഓപ്പൺ കൊടുത്തു, ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് കൊടുക്കുക, സെയിം ഫോൾഡർ തന്നെ. ഓക്കെ, ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം നിങ്ങളിവിടെ നോക്കുക കണ്ടോ, DB ടെസ്റ്റ് 02 എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഡാറ്റാബേസ് എവിടെയാണ് ഉള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഫൈൻഡറിൽ പോവാണ്. അതിനുശേഷം നമ്മുടെ ഹാർഡ് ഡിസ്ക് എടുത്തു, സിനിസിറ്റ് എടുത്തു, DB ടെസ്റ്റ് 02 നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്ക് ആ റിസോൾവ് പ്രോജക്ട്സ് എന്നുള്ള ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ റീകോൾ ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മൾ വേറൊരു സിസ്റ്റത്തിൽ ചെന്ന് കഴിഞ്ഞാൽ റീകോൾ ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്. ഞാനിപ്പം റൈറ്റ് ക്ലിക്ക് ചെയ്യാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിസ്കണക്റ്റ് കൊടുക്കുകയാണ്. ഡിസ്കണക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അതിനെ റീകോൾ ചെയ്യാം. റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂ ഡാറ്റാബേസിൽ പോയി കണക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, ടെസ്റ്റ് നെയിം പേര് കൊടുത്തു, ടെസ്റ്റ് 05 എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ലൊക്കേഷൻ കേട്ടോ, HDD പോയി നമ്മുടെ റോബിൻസിനിസിറ്റയിൽ വന്നു, DB ടെസ്റ്റ് 02 വന്നു, ഈ റിസോൾവ് പ്രോജക്റ്റ് എന്നുള്ളത് ഇത് സെലക്ട് ചെയ്തത് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫോൾഡർ സെലക്ട് ചെയ്യുക. അതായത് അതിൻ്റെ റൂട്ട് ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ കൊടുക്കുക. ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓപ്പൺ കൊടുത്തു, ആഡ് കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്ക് കണ്ടോ, ആ പ്രോജക്റ്റ് ഇപ്പം അല്ലെങ്കിൽ ആ ഡാറ്റാബേസ് എന്താണോ അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, ചില ആളുകൾ എന്ത് ചെയ്യും, ഫൂട്ടേജ് ഒരു ഫോൾഡറിലും ഡാറ്റാബേസ് ഒരു ഫോൾഡറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ റീലിങ്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ ഫൂട്ടേജ് മിസ്സിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പരമാവധി ആ ഡാറ്റാബേസ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുമ്പോൾ ആ ഡാറ്റാബേസിൽ തന്നെ അല്ലെങ്കിൽ ആ ഹാർഡ് ഡിസ്കിൽ തന്നെ നിങ്ങളുടെ ഫൂട്ടേജുകൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. 2 ഓപ്ഷൻ കൂടിയുണ്ട്. ഈ 2 ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നേരത്തെ ലോക്കൽ ഡാറ്റാബേസിലേക്ക് പോവാം. ഇവിടെ കുറച്ച് പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ഇതാണെന്ന് വിചാരിക്കാം. ഈ പ്രോജക്റ്റിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 1-2 ഓപ്ഷൻസ് ഉണ്ട്. ഇമ്പോർട്ട് പ്രോജക്റ്റ് ഉണ്ട്, എക്സ്പോർട്ട് പ്രോജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രോജക്റ്റ് ആർക്കൈവ് ഉണ്ട്, റീസ്റ്റോർ പ്രോജക്റ്റ് ആർക്കൈവ്. ഈ 4 ഓപ്ഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ട് പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമുക്കൊരു പ്രോജക്റ്റ് ഇമ്പോർട്ട് ചെയ്യും. നേരത്തെ നമ്മൾ ഡാറ്റാബേസ് ആണ് ചെയ്തത്, ഇനി നമ്മൾ ചെയ്യുന്നത് പ്രോജക്റ്റാണ്. ഓക്കെ, ആദ്യം ഞാൻ എക്സ്പോർട്ട് പ്രോജക്റ്റ് ചെയ്യാം. എക്സ്പോർട്ട് പ്രോജക്റ്റ് ഞാൻ കൊടുത്തു. ഞാനിപ്പോൾ ഒന്ന് ഡെസ്ക്ടോപ്പിലാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ടെസ്റ്റ് ക്ലാസ് 01 തന്നെ പേര് കൊടുക്കുകയാണ് ഞാൻ സേവ് ചെയ്ത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഹൈഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ വരിക. ഇതാണ് നമ്മളിപ്പോൾ സേവ് ചെയ്തിരിക്കുന്ന ഫയല്. അതിൻ്റെ ഒരു ഗെറ്റ് ഇൻഫോ എടുക്കുകയാണ്. വിൻഡോസ് ആണെങ്കിൽ പ്രോപ്പർട്ടീസ് എടുത്താൽ മതി. നിങ്ങൾ നോക്കുക, 795 KB ഉള്ളൂ ഫയൽ. അപ്പോൾ അതായത് അതിൻ്റെ അർത്ഥം എന്താ, ഇതൊരു കണ്ടെയ്നർ മാത്രമാണ്. നിങ്ങളുടെ ഫൂട്ടേജോ സാധനങ്ങളൊന്നും ഇതിലില്ല. ഇത് ജസ്റ്റ് ഒരു EDL അല്ലെങ്കിൽ ഒരു XML പോലെയുള്ള ഫയലാണ്. അപ്പോൾ നിങ്ങളിത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതെന്ത് ചെയ്യും, ഇത് ഓപ്പൺ ആയി വരും, പക്ഷേ കംപ്ലീറ്റ് റീലിങ്ക് ചോദിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമ്മൾ ഇതേ സാധനം തന്നെ എന്ത് ചെയ്യാണ്, ഞാനിതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം എക്സ്പോർട്ട് പ്രോജക്റ്റ് ആർക്കൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എക്സ്പോർട്ട് പ്രോജക്റ്റ് ആർക്കൈവ് എടുത്തു. നേരത്തെ പോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ കൊടുക്കാം. ടെസ്റ്റ് ക്ലാസ് എന്നുള്ളത് ടെസ്റ്റ് ക്ലാസ് 03 എന്ന് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു ഓപ്ഷൻ കൂടി ചോദിക്കും, ആർക്കൈവ് ടു. എവിടേക്കാണ് ആർക്കൈവ് ചെയ്യേണ്ടതെന്ന് ബ്രൗസ് ചെയ്യാം.
ബ്രൗസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. test03. ഓക്കെ, സേവ് എടുത്തു. അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? റെൻഡർ ക്യാഷ്, ഒപ്റ്റിമൈസ്ഡ് മീഡിയ. ഇത് ഏതെങ്കിലും തരത്തിൽ റെൻഡർ ചെയ്ത ഫയലുകൾ അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്ത ഫയലുകൾ ഉണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യുക, അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇത് കുറച്ച് സമയം എടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് നമ്മുടെ മീഡിയ ഫയൽസും എല്ലാം എന്ത് ചെയ്യും, ഈ ആർക്കൈവ് കംപ്ലീറ്റ് ആയിട്ട് അത് അവിടെ കൊണ്ടുപോകും. ഓക്കെ, നമുക്കിതൊന്ന് കഴിയട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഫോൾഡർ ഇവിടെ ഉണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ കാണാം? ക്യാഷ് ഉണ്ട്, മീഡിയ ഫയൽസ് ഉണ്ട്, പ്രോജക്റ്റ്, DRP ഉണ്ട്. അപ്പോൾ ഇവിടെ മീഡിയ ഫയൽസ് നോക്കിയിട്ട് കാണാം. ഉണ്ടോ, നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫയൽസ് എന്തായി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും ഇവിടേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ഏത് സിസ്റ്റത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോജക്റ്റ് DRP എന്ന് പറയുന്ന സാധനം ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിന് തന്നെ നമുക്ക് റീകോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ തന്നെ നേരെ DaVinci തുറന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത് റീകോൾ ചെയ്യാം. ഓക്കെ, ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് പ്രോജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ റീസ്റ്റോർ പ്രോജക്റ്റ് ആർക്കൈവ് ഉണ്ട്. അപ്പോൾ ഈ റീസ്റ്റോർ പ്രോജക്റ്റ് ഇമ്പോർട്ട് പ്രോജക്റ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത പ്രോജക്റ്റാണ് റീകോൾ ചെയ്യുന്നത്. ഇനി റീസ്റ്റോർ പ്രോജക്റ്റ് ആർക്കൈവ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റീസ്റ്റോർ പ്രോജക്റ്റ് ആർക്കൈവ് എടുക്കുക. അതിനുശേഷം കണ്ടോ ഈ ഫോൾഡർ ഇവിടെ ഉണ്ട്, ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾക്ക് ആ പ്രോജക്റ്റും അതിൻ്റെ മീഡിയയും എല്ലാം അതുപോലെ എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും വേറൊരു മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ ഡാറ്റാബേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോകാം, അതുപോലെ തന്നെ പ്രോജക്റ്റായിട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. നേരത്തെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ആ ഒരു സിംഗിൾ പ്രോജക്റ്റ് ഉണ്ടല്ലോ, അതിനെ നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രോജക്റ്റ്. ഓപ്പൺ ചെയ്തു. ഇവിടെ ഒരു യുണീക്കായിട്ടുള്ള പേര് കൊടുക്കാൻ പറയുന്നുണ്ട്, കാരണം സിമിലർ ആയിട്ടുള്ള പേര് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഇതിനൊരു 6 എന്ന് കൊടുത്തു. ഓക്കെ കൊടുത്തു. ഓക്കെ, ഈ പ്രോജക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, അതിലുള്ള ഫയൽസ് എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് അല്ലേ. അപ്പം തിരിച്ചു വരാനുള്ള റീസൺ എന്താ? ഈ ഫയൽസ് മുഴുവൻ ഈ സിസ്റ്റത്തിലുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഈ ഫയലുകൾ തിരിച്ചു വന്നത്. നേരെ തിരിച്ച് നമ്മൾ വേറൊരു സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ ഫയൽസ് കിട്ടില്ല. പക്ഷേ ആ സമയങ്ങളിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? പ്രോജക്റ്റ് ആർക്കൈവായിട്ട് മാറ്റുക, അതിനുശേഷം കൊണ്ടുപോവുക. ഓക്കെ, അല്ലെങ്കിൽ ഡാറ്റാബേസ് ആയിട്ട് മാറ്റുക, അത് കൊണ്ടുപോകുക. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ പ്രോജക്റ്റിലേക്ക് തന്നെ തിരിച്ചു പോകാം. പിന്നെ നമ്മൾ ചെറിയൊരു ടിപ്പാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പം വെഡ്ഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ കളർ ടാബിലേക്ക് പോവാം. കളർ ടാബിൽ പോയതിന് ശേഷം ഓക്കെ, ഞാൻ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് കണ്ട ആളുകൾക്ക് ആണെങ്കിൽ അറിയാം, നമ്മൾ ഇവിടെ ഈ സ്കിന്ന് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ സ്കിന്നിന് ഇങ്ങനെ കുറച്ച് സ്മൂത്ത്നെസ് കൊടുക്കാം, ഷാർപ്നെസ് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ ചെയ്യാം? സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിന് പല വഴികളുണ്ട്. വീൽസിലോ ഏതിൽ വേണം, ആദ്യത്തെ 2 ഏതിലായാലും കുഴപ്പമില്ല കേട്ടോ. പ്രൈമറി വീൽസിലോ ബാർസിലോ ഏതിലായാലും വരാം. അതിനുശേഷം ഇവിടെ 2 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ MD മിഡ് ടോൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അല്ലേ. ഈ മിഡ് ടോൺ ഞാനൊന്ന് റീസെറ്റ് ചെയ്യാണ്. നമുക്കൊന്ന് ഇമേജ് ഒന്ന് വലുതാക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ കുറച്ച് എന്താണ് സോഫ്റ്റാണ്, പക്ഷെ എന്നാലും ഒരു ഇത്തിരി കൂടി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ മിഡ് ടോൺ എന്ത് ചെയ്യാണ്, ഞാനൊന്ന് കുറയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്ക് എന്താ സംഭവിച്ചത്? ആ ഇമേജ് അല്ലെങ്കിൽ ആ സ്കിൻ എന്തായി, സ്മൂത്തായിട്ടുണ്ട് അല്ലേ. നല്ലൊരു സ്മൂത്ത് സ്കിന്നായി വന്നിട്ടുണ്ട്. ഇനി നേരെ തിരിച്ച് ഞാൻ ഈ മിഡ് ടോൺ എന്ത് ചെയ്യാണ്, ഒന്ന് അപ്പ് ചെയ്യാണ്. അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കണ്ടോ, അത് കുറേ കൂടി എന്തായിട്ടുണ്ട്, ഷാർപ്പനായി മാറിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ സ്കിന്ന് സ്മൂത്ത് ചെയ്യാനുള്ള ഒരു ഐഡിയ മനസ്സിലായല്ലോ. വേറെയും ഇതുപോലെ സാധനങ്ങളുണ്ട്, നമുക്ക് വരും ക്ലാസ്സുകളിൽ പറയാം. ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയുകയാണ്, മറ്റൊന്നുമല്ല. പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡാവിഞ്ചിയുടെ റൈറ്റ് സൈഡിൽ കോർണറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്രോജക്റ്റ് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ടൈം ലൈൻ ഫ്രെയിം റേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഓൾറെഡി എന്താണ് 24ലാണ്.
ഇതെന്താണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്നോട് സംശയം ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൂട്ടേജ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യുക, നമ്മുടെ ടൈം ലൈൻ ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫൂട്ടേജ് ഇമ്പോർട്ട് ചെയ്യുമ്പം ടൈം ലൈൻ ഫ്രെയിം റേറ്റ് ചേഞ്ച് ചെയ്യണമെന്ന് ചോദിക്കും. ആ സമയത്ത് നിങ്ങൾ ഡോൺ ചേഞ്ച് കൊടുക്കുക. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഈ ടൈം ലൈൻ ഫ്രെയിം റേറ്റ് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, അത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മളൊന്ന് പറയുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.